ഹലോ, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഈ മഹാ അത്ഭുതം നമ്മുടെ ബുർജ് ഖലീഫ കാണാനുള്ള യാത്രയാണ്. അങ്ങനെ നമ്മുടെ ദുബായ് ട്രിപ്പിൻ്റെ അടുത്ത വീഡിയോ എത്തിയിട്ടുണ്ട്. മിറാക്കിൾ ഗാർഡനിൽ പോയി, ജുമൈറ ബീച്ചിൽ പോയി, പിന്നെ അബ്രയിൽ പോയി. അടുത്ത് നമ്മൾ ബുർജ് ഖലീഫ, ബുർജിൽ അറബ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ബുർജ് ഖലീഫയുടെ വീഡിയോയ്ക്ക് ഞാൻ മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ തൊട്ട് താഴെ പോയിട്ട് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക. ഫസ്റ്റ് നമ്മൾ ദുബായ് മാളിനകത്തേക്ക് കയറി നമ്മൾ അവിടെ നിന്ന് ദുബായിൻ്റെ മാളിനകത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ ഒരു ഗ്രൗണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ ബുർജ് ഖലീഫയുടെ താഴ്ഭാഗം. അവിടെ നിന്ന് നമുക്കത് കാണാൻ സാധിക്കും കൃത്യമായിട്ട്. നേരെ താഴെ പോയി നിന്നാൽ ഫോട്ടോ എടുക്കൽ നമ്മൾ ഫോണിൽ കിട്ടില്ല, കുറച്ച് വിട്ട് നിന്ന് ഫോട്ടോ എടുത്താലുള്ളൂ. അത് എങ്കിലും ഒരു ലാസ്റ്റ് ഭാഗം വരെയൊക്കെ നമ്മൾ ചെരിച്ചെടുത്താലേ കിട്ടുള്ളൂ, അത്രയും ഹൈറ്റ് ഉണ്ടത് സംഭവം. ഈ കാണുന്ന ദുബായ് മാൾ, ഈ ഭാഗത്തുള്ളതൊക്കെ ഹോട്ടലുകൾ, ഓരോരോ ഹോട്ടലുകൾ ആളുകൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. അതിന് മുന്നേ ഞാൻ പോയപ്പോൾ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന സമയത്ത് അതുകൊണ്ടാണ് ആളുകൾ അവിടെ ഇല്ലാത്തത് കൂടുതൽ. പക്ഷേ എങ്കിലും ആളുകളുണ്ട്, പക്ഷെ പഴയ പോലെ അത്രയും വലിയ ക്രൗഡ് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെയാണ് രാത്രി ഒരു സമയം ഉണ്ടാവും, ഒരു സമയത്ത് മാത്രം അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാകും. ഒരു 5 മിനിറ്റ് ഡാൻസ് ഉണ്ടാകും. അത് കാണാനായിട്ട് എല്ലാവരും ഈ സൈഡിൽ റൗണ്ടായിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടൈം വരുന്ന സമയത്ത് വീണ്ടും അവരെല്ലാവരും കൂടി അവിടെ ഉള്ളവരിട്ടോ അവരൊക്കെ വന്ന് നിൽക്കും. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ബുർജ് ഖലീഫയുടെ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് എത്ര എടുത്താലും മതിയാവുന്നില്ല, അത്രയും ഭംഗിയുണ്ട്. അത്രയും ഭംഗിയുണ്ട് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ പറയാട്ടോ അത്രയും ഭംഗിയുണ്ട് ഒന്ന്. പിന്നെ ഒരുപാട് പേരവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തുള്ളത് ഇമാർ ഹോട്ടൽസ് ആണ്. ആ ഭാഗത്ത് ഈ ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇമാറിൻ്റെ ബിൽഡിങ്സ് ആണ്, ഓഫീസ്, അവിടെ ഒരുപാട് സംഭവങ്ങൾ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ബുർജ് ഖലീഫിന് തൊട്ടടുത്ത് നിൽക്കുന്ന ബിൽഡിങ്സൊക്കെ ഏകദേശം അതേ ഒരു പ്രൗഢിയോടെ തന്നെ നിൽക്കുന്നത്. പക്ഷേ ബുർജ് ഖലീഫ ഹൈറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മളത് കൂടുതൽ ഇഷ്ടപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ മറ്റ് ബിൽഡിങ്സൊക്കെ നോക്കുമ്പോൾ അത്രയും മനോഹരമാണ് ഓരോ ബിൽഡിങ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ബുർജ് ഖലീഫയുടെ കുറച്ച് താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കൂടി അകത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ ദുബായ് മാളിനകത്തു നിന്നാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നവർക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ കയറാം കേട്ടോ. ഇതിൻ്റെ എത്രാമത്തെ ഹൈറ്റിലാണ് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടിക്കറ്റ് റേറ്റ് ആണെന്ന് തോന്നുന്നത്, ഉറപ്പില്ല, ഞങ്ങൾ അതിനകത്ത് കയറിയിട്ടില്ല. പിന്നെ ദുബായ് മാളിനകത്ത് നമ്മൾ നേരെ കയറുന്ന സമയത്ത് തന്നെ കാണാം ബുർജ് ഖലീഫയുടെ ടോപ്പിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അവിടെ നിന്നുള്ളത്. അത് വേറെ സെക്ഷനായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ആളുകളും കണ്ടില്ല കേട്ടോ. ഇനി എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുന്നേ നോമ്പാണെന്നുള്ളത് ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തിരിച്ച് പോയിട്ട് വാങ്ങാന്നുള്ളത് നടക്കില്ല, കാരണം അത്യാവശ്യം നടന്ന് തിരിച്ച് പോകാനുണ്ട്. അപ്പോൾ ഭക്ഷണം വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറക്കാനുള്ള നല്ല സ്ഥലമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഞങ്ങൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ല പച്ചപ്പുല്ലൊക്കെ വിരിച്ച് അവിടെ ആളുകൾ വന്ന് ഒരുപാട് പേര് വന്ന് നോമ്പ് തുറക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് വെറുതെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടേക്ക് നടക്കാൻ പെട്ടെന്ന് കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ നടക്കാൻ അത്യാവശ്യം ഉണ്ട് കേട്ടോ. കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് എന്തായാലും വേണം അങ്ങോട്ട് നടന്ന് എത്താൻ വേണ്ടിയിട്ട് തന്നെ. നമുക്കിനി നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ദുബായ് മാളിനകത്ത് കയറാമെന്നുള്ള പ്ലാനായിരുന്നു. അകത്ത് ദുബായ് മാളിൻ്റെ കുറച്ച് ഭാഗം കാണാം, അതുപോലെ വാട്ടർ ഡാൻസും കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാമെന്നുള്ള പ്ലാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഓരോരോ ബിൽഡിങ്ങുകൾ നമ്മൾ ഫോണിൽ നിന്ന് എടുത്ത് ഇത്രയും വലിപ്പമുള്ള ബിൽഡിങ്, ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി കാണാൻ. അത് കാണുമ്പോൾ നമ്മൾ ബുർജ് ഖലീഫ ശരിക്കും ഒന്നുമല്ല, പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അത് ഒരു ഫേമസ് ബിൽഡിങ്, അതുകൊണ്ട് മാത്രമേ നമ്മൾ ബുർജ് ഖലീഫ തോന്നുന്നത്. പക്ഷേ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങൊക്കെ വളരെ മനോഹരമാണ്. അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. മുന്നിലുള്ള ആൾ ഓടിപ്പോയി, ഞങ്ങൾ വീഡിയോ എടുത്ത് പിന്നാലെ ഇങ്ങനെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് വീഡിയോ കട്ട് ചെയ്തു, കാരണം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് ഒരുപാട് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതുപോലെ നോമ്പായ സമയത്ത് തന്നെ നമുക്ക് നടന്നു പോകുമ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പോയിട്ട് വന്നത്. അത്യാവശ്യം നമ്മൾ നടക്കേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ പോയി വന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ നോമ്പില്ലാത്ത സമയത്ത് പോകുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് ഇതൊക്കെ ക്ലോസ് ആയിരുന്നു, പെട്ടെന്ന് ഓപ്പൺ ആയപ്പോൾ പിന്നെ നമുക്ക് ലീവും വന്ന സമയത്ത് ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. ഞാൻ ഭാഗത്തങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നു, പതുക്കെ അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മുന്നേ ബാക്കി എല്ലാവരും മുന്നേ പോയി. ഒരുപാട് പേര് വരുന്നുണ്ട്, കാരണം ഈ സമയം നോമ്പ് തുറക്കാൻ ഏകദേശം 5 മിനിറ്റ് ബാക്കിയുള്ളൂ തോന്നുന്നു.
ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടോ. നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെത്തി. ഇവിടെ നിന്ന് നമ്മൾ നോമ്പ് തുറക്കുന്നത് ബാങ്ക് കൊടുത്തു. നമ്മളവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ബുർജ് ഖലീഫയുടെ താഴെ ഇരുന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നോമ്പ് തുറ. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാനും. ബുർജ് ഖലീഫ നേരെ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയാണ്. ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഭംഗി കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടായിരുന്നില്ല. കാരണം രാവിലെ ഇറങ്ങിയതാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തുക. കാരണം ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് തിരിച്ചെത്തണം. ഏകദേശം 1.5 മണിക്കൂർ എന്തായാലും വേണം. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് വേഗം പോകാനുള്ള കാരണം എന്താ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഫസ്റ്റ് നിന്ന ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ 7 മണിക്ക് കൃത്യം 7 മണിയാവുന്ന സമയത്താണ് അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാവുക. 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ആ സമയമാകുമ്പോൾ അവർക്ക് എത്താൻ വേണ്ടി നമ്മൾ വേഗം സ്പീഡിൽ ഇവിടുന്ന് ഓടി നടന്നു. രാത്രി ഉള്ള ബുർജ് ഖലീഫ നല്ല വ്യൂ ആണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങോട്ടെത്തി. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്ന ഈ ഭാഗം കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോ കണ്ടവർക്കറിയാം. ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ പോയി കണ്ട് സെർച്ച് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ബുർജ് ഖലീഫയിൽ ഓരോ സമയത്ത് ന്യൂ ഇയർ, ക്രിസ്മസ് അല്ല, ന്യൂ ഇയറൊക്കെ ആവുന്ന സമയത്ത് ആ സമയത്തിന് പറ്റിയതിനനുസരിച്ചിട്ടുള്ള ചിത്രങ്ങൾ പാട്ടിലൊക്കെ ബുർജ് ഖലീഫയിൽ കാണും. അപ്പുറത്ത് കാണുന്നത് ഹോട്ടലാട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ടോ. ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം 7 മണിയാവാനായി. അപ്പോൾ ആളുകൾ 7 മണിയാകുമ്പോഴേക്കും എല്ലാവരും വന്ന് നിൽക്കും ഇത് കാണാനായിട്ട്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ടത്. ഇതിലൂടെ ഇങ്ങനെ യാത്ര പോകുന്ന ആളുകളുണ്ട്. പിന്നെ അവരത് സെർച്ച് ചെയ്യാനല്ല, ഞങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാനൊന്നുമല്ല. അങ്ങനെ 7 മണിയാവാനായി. അപ്പോഴേക്കും ഇവിടെ മിന്നി പ്രകാശ ലൈറ്റുകൾ, പലതരത്തിലുള്ള പൂക്കൾ, ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ബുർജ് ഖലീഫിൽ വരുന്നു. ഞാനിത് വീഡിയോ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് കാണാനുള്ളൊരു അനുഭവം, ഒരു ഭാഗ്യമുണ്ടായി. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വന്ന ചിത്രങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനകത്ത് അവസാനം ഇമാർ എന്നുള്ള ആ ഒരു ഇതിങ്ങനെ വരും. അങ്ങനെ കുറച്ച് മിന്നി ലൈറ്റുകളൊക്കെ വന്ന് അവസാനിച്ചു. ഇതിന് ശേഷം നമ്മുടെ 7 മണി കൃത്യം സമയമാകുന്ന സമയത്ത് ഇവിടെ വാട്ടർ ഡാൻസും ആരംഭിച്ചു. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ആ സൈഡിലൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ഇവരിങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇനി അവിടെ സെർച്ച് ചെയ്യാനോ വല്ലതും എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലുണ്ടോ എന്ന് നോക്കാനാണെന്നറിയില്ല. അതുകൊണ്ടോ ഒരുപാട് പേര് നിൽക്കുന്ന കണ്ടോ അവിടെയൊക്കെ ആയിട്ട്. ഇതിന് മുന്നേ ഞാൻ വന്ന ദിവസം പണ്ട് വന്നത് ഓർക്കുന്നു. ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. 2-3 ലെയറൊക്കെ ആളുകളായിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ അത്രയും തിരക്കായിരുന്നു. ഒരു 2 മിനിറ്റ് വൈകിയത് കൊണ്ട് അത്രയും ആളുകൾ വന്ന് അവിടെ നിറഞ്ഞിരുന്നു. നമ്മൾ കാലൊക്കെ പൊന്തിച്ച് നോക്കിയിട്ട് വേണം ഈ വാട്ടർ ഡാൻസ് കണ്ടതൊക്കെ. ഇപ്പോൾ പിന്നെ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആളുകൾ കുറവായത് കൊണ്ടും അത്ര വലിയ തിരക്കൊന്നുമില്ല. ആ ഒരു ഭാഗത്തായിട്ട് മാത്രമേ കുറേ പേരുള്ളൂ. ആ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ നിന്ന് ആളുകളെ കയറ്റിയിട്ട് അങ്ങനെ റൗണ്ട് അടിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അങ്ങനെ ഇവരവിടെ ഇങ്ങോട്ട് എത്തിയപ്പോൾ സമയം കൃത്യം 7 മണി. കൃത്യം 7 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഡാൻസ്.
അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയും വാട്ടർ ഡാൻസ് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ആയിട്ട് നമ്മൾ വീണ്ടും ദുബായ് മാളിനകത്തേക്ക് കയറി. ദുബായ് മാളിനകത്താണ്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഓരോരോ വെക്കേഷൻസ് ആകുന്ന സമയത്ത് അവർ ഓരോരോ രീതിയിലായിരിക്കും അവിടെ ഡെക്കറേഷൻ ചെയ്യുക എല്ലാ മാളിലും കേട്ടോ. ദുബായ് മാളിൻ്റെ വലിപ്പം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഏറ്റവും വലിയ മാളാണ്. അത് നടന്ന് കണ്ട് കഴിഞ്ഞ് തീരുമ്പോഴേക്കും സമയം നേരം വെളുക്കാനാവും. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഭാഗത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ പോകുന്നത് അക്വേറിയം കാണാനായിട്ടാണ്. അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ വന്നപ്പോൾ. ഇപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത്, മുകളിൽ മീൻസ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ മീനുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഗേറ്റ് കേട്ടിട്ട് പണ്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ പോയിട്ട് എടുത്തതിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മീനുകളുണ്ട്, നല്ല ഭംഗി. കുറേ നേരം നോക്കി നിന്നു. കുറേ നേരം നോക്കി നിന്നപ്പോൾ അവിടുന്ന് വിളിച്ച് വേഗം തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട്, എങ്കിലും കുറച്ചൊക്കെ വീഡിയോ എടുക്കണ്ടേ, അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ കാണുന്ന സ്പീഡിൽ മീൻ പോകണില്ല കേട്ടോ. ഞാനത് സ്പീഡിൽ എഡിറ്റ് ചെയ്തെടുക്കാതെ മാത്രമേ ഉള്ളൂ. കാരണം ജസ്റ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല, ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് ഒരുപാട് സമയം ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതൊക്കെ സ്പീഡിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. മീനൊക്കെ സ്പീഡിൽ ഓടിപ്പോകുന്നത് കണ്ടോ. സ്പീഡിൽ ഓടിപ്പോവില്ല, ഞാനത് സ്പീഡിലിട്ടിരിക്കണം. നല്ല ഭംഗിയുള്ള ഒരു മീനില്ല, ഇത് ഞാൻ സ്പീഡിലിട്ടിട്ടില്ല കേട്ടോ. നല്ല കൂട്ടമായി നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് ക്യൂട്ട് ഫിഷ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് മീനുകളുണ്ട്. കൂട്ടമായിട്ട്, ഒറ്റക്കായിട്ട്, ഒറ്റ അല്ലാതെയൊക്കെ പോകുന്ന മീനുകളുണ്ട്. ഇത് കണ്ടോ, മുകളിൽ ഒരുപാട് മീനുകൾ ഇതാ പോണു. നമ്മുടെ ഭീകരൻ. പിന്നെ പോരാ സമയത്ത് വീണ്ടും ഞാൻ റിട്ടേൺ വന്നിട്ട് ഈ മീനിൻ്റെ വീഡിയോ എടുത്തിട്ടോ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നമ്മുടെ തരണ്ട് മീൻ, അങ്ങനത്തെ മീനുള്ളത് അത് ഞാൻ പതുക്കെ വീശി പോകുന്നുണ്ട്. ഈ ഒരു മീൻ സാധാരണ രീതിയിൽ പോകുന്നതാണ്. മറ്റു മീനുകളൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടോ പറന്ന് വരുന്നുണ്ടോ. അങ്ങനെ മീനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ തിരിച്ച് പോരാൻ സമയം, പുറത്തേക്ക് ഇറങ്ങാൻ സമയമായപ്പോഴാണ് ഓർമ്മ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോയിട്ടില്ലത്. നമ്മളെല്ലാവരും ദുബായ് മാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ റോബോട്ട് തലക്കിടയിൽ നിന്നിട്ട് വെള്ളച്ചാട്ടം, അതിൻ്റെ പേരെന്താ എനിക്കറിയാം. വെള്ളം ചാടുന്ന ആ ഭാഗത്തായിട്ട്. നിങ്ങൾക്ക് മനസ്സിലായി ആ സ്ഥലം കാണാം, അപ്പോൾ മനസ്സിലായിക്കോളും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി തിരിച്ച് നടന്ന് റിട്ടേൺ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞത് റോബോട്ട് തലക്കീഴായി കിടന്നിട്ട് ഇങ്ങനെ വെള്ളം ചാടുന്ന ഭാഗത്ത്. ഇവിടെ പോയി ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊരു ഭയങ്കര മിസ്സിങ് ആവില്ലേ. അപ്പോൾ റിട്ടേൺ വന്നു. നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തു ഒരുപാട്, പിന്നെ ഫോട്ടോ എടുത്തു. പിന്നെ ആ രണ്ട് ഭാഗങ്ങളിലായിട്ടിരുന്നത്, ഈ ഒരു ഭാഗത്തുണ്ട് ആ ഒരു ഭാഗത്തുണ്ട്. അവിടെ പിന്നെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അവിടെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് പോകുന്ന എഴുതിയിട്ടോ. അപ്പോൾ കുറച്ച് 2-3 പേരൊക്കെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു തിരിച്ചു പോകുന്ന റോഡിൽ നിന്ന് എടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ബുർജ് ഖലീഫയുടെ. ഈ സമയത്ത് വീണ്ടും അതേപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ ലൈറ്റ് കത്തുന്നുണ്ട് അവിടെ. ഈ സമയം ഈ ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അവിടുന്ന് അങ്ങനെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. ഇനി കുറച്ച് ദുബായിത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് നാളെ വേറെ ഭാഗത്തേക്ക് ടൂർ പോയ വീഡിയോസ് ഇടാം. അലയിലും അബുദാബിയിലേക്കുള്ള കാഴ്ചകൾ നമ്മൾ ഇതിൽ ഇടുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡായിട്ട് അങ്ങനെ ഇടുന്നതായിരിക്കും കേട്ടോ. അത് കാണണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.